ഇത് ഓണക്കാലമാണ്. ഓണം ഇങ്ങെത്തിക്കഴിഞ്ഞു. എല്ലാവരും ഓണക്കളികളും പൂക്കളവും അതുപോലെ തന്നെ ഓണസദ്യയൊക്കെ കഴിച്ച് ഓണത്തെ ആഘോഷിച്ച് തുടങ്ങിക്കാണും അല്ലേ? പക്ഷെ നമ്മൾ ഇതിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം കലോറി അടങ്ങിയ അല്ലെങ്കിൽ വളരെയധികം മധുരം അടങ്ങിയിട്ടുള്ള ഒരു ഓണസദ്യ പാറ്റേൺ ആണ് ഇന്നിപ്പോൾ മാക്സിമം ഫോളോ ചെയ്യുന്നത്. 2ൽ കൂടുതൽ തരത്തിലുള്ള പായസങ്ങൾ, 15 കൂട്ടത്തോളമുള്ള കറികൾ, ഒഴിച്ചുകറികൾ വേറെ, ഇങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഒരു ഓണസദ്യ മാത്രമല്ല, വീടുകളിൽ നിന്ന് കഴിക്കുന്ന ഓണസദ്യ ഉണ്ട്, ക്ലബ്ബുകളിൽ നിന്ന് കഴിക്കുന്നുണ്ട്, ജോലി സ്ഥലങ്ങളിൽ നിന്നുണ്ട്, അല്ലാതെ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പല വിധേന ഓണസദ്യ കഴിക്കുന്നുണ്ട്. നമ്മൾ ഇത് കഴിക്കുന്നത് ആസ്വദിച്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ ഈ പറയുന്ന ഉപ്പേരി തൊട്ട് മറ്റ് കറികൾ ആദ്യം വരുമ്പോൾ തന്നെ ശകലമായിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ ചോറിലോട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്തുകൊണ്ടെന്നാൽ പൊതുവേ ഉള്ളൊരു കേരള ട്രഡീഷണൽ വേ ഓഫ് സദ്യയുടെ കഴിക്കുന്ന രീതി എന്ന് പറയുന്നത്, ആദ്യം പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറ് നൽകുന്നു. അത് കഴിച്ചതിന് ശേഷം സാമ്പാറിന് കുറച്ച് ചോറ്, മറ്റ് പുളിശ്ശേരിക്ക്, അങ്ങനെ പല വിധത്തിലാണ് പോകുന്നത്. ഇത് നമ്മളിൽ കൂടുതലായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ചോറ് കൂടുതലായിട്ട് കഴിക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ഇത് ഒരു തവണയല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ തവണ ചോറിനെ എടുത്തതിന് ശേഷം അതിനെ ഈ പല കറികൾക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചോറ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് അധികമായിട്ട് നിറയുന്നുമില്ല, എന്നാൽ നമുക്ക് വളരെയധികം സദ്യ ആസ്വദിച്ച് കഴിക്കാനും സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പണ്ടുള്ളവർ പറയുന്ന പോലെ കഴിച്ചു കഴിഞ്ഞാൽ 100 അടി നടക്കണം എന്ന് പറയുന്ന പോലെ, നിങ്ങൾ കഴിച്ചതിന് ശേഷം വെറുതെ ഇരിക്കുന്നതിന് പകരം എല്ലാ ആക്ടിവിറ്റികളിലും മുഴുകുകയോ വെറുതെ ഇരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാതെ പ്രധാനമായിട്ടും ഉച്ചയുറക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് കൃത്യമായി ദഹിക്കുന്നതിന് സഹായകരമാണ്. അതോടൊപ്പം തന്നെ പായസം കുടിക്കുന്നവർ, നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെന്ന് കരുതിയിട്ട് വല്ലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പായസം ഒഴിവാക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്നിരുന്നാൽ നമ്മൾ ആ കഴിക്കുന്ന പായസത്തിൻ്റെ അളവ് മിതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അത്തരത്തിൽ പായസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റ് കറികൾ കൂടുതലായിട്ട് കഴിച്ചുകൊണ്ട് ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.